തേവലക്കരയിൽ സ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥി 13 വയസ്സുകാരൻ മിഥുൻ്റെ മൃതദേഹം ഇപ്പോൾ സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഒരു 10 മിനിറ്റ് ആകുന്നു വീട്ടിലേക്ക് എത്തിയിട്ട്. വീട്ടിൽ പൊതുദർശനം 4 മണി വരെയാണ്. 10 മിനിറ്റിനകം മിഥുൻ്റെ അമ്മ സുജ ആ വീട്ടിലേക്ക് എത്തിച്ചേരും. 10 മണിയോടുകൂടിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് അമ്മ സുജയെ കയറ്റിയ വാഹനം വീട്ടിലേക്ക് പുറപ്പെട്ടത്. അല്പസമയത്തിനകം വീട്ടിലേക്ക് എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു. വിജിനുണ്ട്. വിജിൻ, അവിടെ ബന്ധുക്കളും നാട്ടുകാരും അടക്കം വലിയൊരാൾക്കൂട്ടം തടിച്ചുകൂടിയിട്ടുണ്ട്. 4 മണി വരെയാണ് പൊതുദർശനം പറഞ്ഞിരിക്കുന്നത്. ഇതിനിടയിൽ എപ്പോഴായിരിക്കും അമ്മ വന്നു ചേരുക? വളരെ ചുരുങ്ങിയ സ്ഥലപരിമിതി മാത്രമുള്ള സ്ഥലസൗകര്യം മാത്രമുള്ള വീടാണ്. ആ വീടിന്റെ മുമ്പിൽ അതിന്റെ മുറ്റത്താണ് ഇപ്പോൾ ഇതിന്റെ വേദനയേറ്റ ശരീരം ഇപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ അവസാനമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കരച്ചിലും ഞെങ്ങലടിയും തേങ്ങലും ഒക്കെ നിലവിലിവിടെ കേൾക്കുകയും പോലീസിനൊന്നും നിയന്ത്രിക്കാൻ പറ്റാത്ത അത്രയും ആളുകളാണ് ഇങ്ങോട്ട് അവസാനമായി ഇതിനെ കാണാനായി എത്തിയിരിക്കുന്നത്. വലിയ ബഹളമാണ്, വലിയ തിരക്കാണ് ഒക്കെ ഇവിടെ അനുഭവപ്പെട്ടിരിക്കുന്നത്. ഇനിയും നിരവധി പേർ അവസാനമായി ഇതിനെ കാണാനായി ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. വളരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ചെറിയ സൗകര്യത്തിന്റെ ഇടയിൽ ഉള്ളതാണ് ഈ സ്ഥലം. അതുകൊണ്ട് തന്നെ നന്നേ പാടുപെടുകയാണ്. തിരക്ക് നിയന്ത്രിക്കാൻ ജനപ്രതിനിധികളുണ്ട്, ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഒക്കെയുണ്ട്, ബന്ധുക്കളുണ്ട്. പക്ഷെ മിഥുൻ്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അലമുറയിട്ട് കരയുന്ന ഉറ്റവരുടെ ബന്ധുക്കളുടെ നിലവിളിയും കണ്ണീരുമാണ് അല്പസമയം മുമ്പ് ആ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ നമ്മൾ കണ്ടതും കേട്ടതും. കളിച്ചു വളർന്ന വീടിൻ്റെ മുറ്റത്തേക്ക്, അങ്കണത്തിലേക്കാണ് മിഥുൻ്റെ ചേതനയേറ്റ ശരീരം കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ അമ്മ വരാനുണ്ട്. അമ്മയെ ഏത് വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കും, അവരെ എങ്ങനെ ചേർത്ത് പിടിക്കും എന്നറിയാതെ നിശ്ചയമായും ആ ബന്ധുക്കൾ കുടങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ വീട്ടിലെ സാഹചര്യം നമ്മൾ കണ്ടതുപോലെ തന്നെ അങ്ങേയറ്റം ഇടുങ്ങിയ സാഹചര്യമാണ്. അതിൽ ഒരു 10 ആൾ കൂടി നിന്നാൽ തന്നെ ശ്വാസം മുട്ടിപ്പോകുന്ന ഒരവസ്ഥയാണ് വീടിനകത്തും പുറത്തും. അവിടെയാണ് വലിയ തോതിലുള്ള ആൾക്കൂട്ടം ഇപ്പോൾ തടിച്ചുകൂടിയിരിക്കുന്നത്. 4 മണി വരെ അവിടെ പൊതുദർശനമുണ്ട്. അല്പസമയത്തിനകം അമ്മ സുജ അങ്ങോട്ടേക്കെത്തും.